ആദ്യ OTT റിലീസ് അപ്ഡേറ്റ് തെലുങ്കിൽ നിന്നാണ്. ടക്കിയോട്ട് എ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. പടത്തിൻ്റെ OTT അവകാശങ്ങൾ നമ്മുടെ ആമസോൺ പ്രൈമാണ് മേടിച്ചത്. എന്തായാലും ആമസോൺ പ്രൈമിൽ തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ ഭാഷകളിൽ ഈ വരുന്ന മെയ് മാസം 8-ാം തീയതി ആമസോൺ പ്രൈമിൽ സിനിമ OTT റിലീസിന് വരികയാണ്. മുർണൽ താക്കൂറൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. വിലങ്ക് എന്ന സിനിമ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് മറ്റൊരു സീരീസ് പുറത്തു വരികയാണ്, വാറൻ്റ് എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും ഈ വരുന്ന മെയ് ലാസ്റ്റ് ആയിട്ടാണ് സിനിമേൻ്റെ റിലീസ്. മെയ് 22-ാം തീയതി തമിഴ് പകർപ്പിലായിട്ട് നമ്മുടെ സി തമിഴിലാണ് സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക് C5 ഈ ഒരു സീരീസിനായിട്ട് മെയ് 22-ാം തീയതി. അടുത്തൊരു തമിഴ് സിനിമേൻ്റെയാണ് ഓ ബട്ടർഫ്ലൈ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. ഈ വരുന്ന മെയ് മാസമാണ് ഈ ഒരു പടം OTT റിലീസ്. മെയ് 8-ാം തീയതിയാണ് പടം OTT റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സൺ നെക്സ്റ്റ് വഴിയായിട്ട്. എന്തായാലും തമിഴ് പകർപ്പിൽ മാത്രമായിട്ടായിരിക്കും ഓ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞ സിനിമ OTT റിലീസ്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. അടുത്ത OTT അപ്ഡേറ്റും തമിഴിൽ നിന്നാണ്. റീസെൻ്റായിട്ട് പുറത്തിറങ്ങിയ സിനിമയാണ് ലവ് ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ LIK എന്ന് പറഞ്ഞ സിനിമ. പടം തമിഴ് സിനിമയാണ്. ഈ വരുന്ന മെയ് മാസം 6-ാം തീയതി ആമസോൺ പ്രൈമിൽ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിൽ പടം OTT റിലീസിന് വരികയാണ്. തിയേറ്ററുകളിലെ സിനിമ ഒരു ഹിറ്റാണ്. എന്നാൽ പോലും സിനിമയ്ക്ക് 100 കോടി എന്ന ഒരു ലക്ഷ്യം കാണാൻ സാധിക്കാതെ പോയൊരു പ്രദീപ് സിനിമയും കൂടിയാണിത്. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് വാഴ സിനിമയും OTT റിലീസിന് വന്നിരിക്കുകയാണ്. ഒഫീഷ്യൽ അപ്ഡേറ്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറാണ് പടത്തിൻ്റെ OTT അവകാശങ്ങൾ മേടിച്ചത്. ഇന്ത്യൻ്റെ പുറത്ത് നിൽക്കുന്നവർക്ക് സിംപ്ലി സൗത്തിൽ പടം കാണാൻ സാധിക്കുന്നതാണ്. ഈ വരുന്ന മെയ് മാസം 8-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാറിൽ തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലാണ് പടം OTT റിലീസിന് വരുന്നത്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. അടുത്ത OTT അപ്ഡേറ്റ് പാട്രിയോട്ട് എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. വമ്പൻ സിനിമയാണ് റിലീസിന് വന്ന പാട്രിയോട്ട്. ലാലേട്ടൻ, മമ്മൂക്ക 18 വർഷത്തിന് ശേഷം ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. ബോക്സ് ഓഫീസ് കുലുക്കിയിരിക്കുകയാണ് 2 ദിവസം കൊണ്ട്. 50 കോടിയാണ് കാണാൻ സാധിക്കുന്ന ഗ്രോസ് കളക്ഷൻ. പടത്തിൻ്റെ OTT അവകാശങ്ങൾ Z5 ആണ്. ജൂൺ 12-നാണ് സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയിക്കാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് എക്സാം ദ സിസ്റ്റം എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞൊരു തമിഴ് സീരീസാണ് ആമസോൺ പ്രൈമിൻ്റെ. ഈ വരുന്ന മെയ് 15-നാണ് ഇത് സ്ട്രീമിംഗ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് ആമസോൺ പ്രൈമിലൂടെ. തമിഴും, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിലായിട്ട് നമുക്കിത് കാണാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു എക്സാം ദ സിസ്റ്റം എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞൊരു സീരീസ് കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. അടുത്ത അപ്ഡേറ്റ് ദ കേരള സ്റ്റോറി 2 എന്ന സിനിമേൻ്റെയാണ്. നിലവിൽ ഈ പടത്തിൻ്റെ OTT റിലീസ് നിലവിൽ സംഭവിച്ചിരിക്കുകയാണ്. C5 സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. മെയ് മാസം 1-ാം തീയതി തന്നെയായിട്ട് പടം സ്ട്രീമിംഗ് ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ റിലീസ് ഡേറ്റ് കേൾക്കാൻ സാധിച്ച ആദ്യം ഓൾമോസ്റ്റ് മെയ് 8-ാം തീയതി വരുമെന്നാണ്. എന്തായാലും അതിനു മുമ്പ് തന്നെ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ സിനിമ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല ഭാഷകളിലായിട്ട്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പള്ളിച്ചട്ടമ്പി പടത്തിൻ്റെ തന്നെയാണ്. പടം ബ്ലോക്ക് ബസ്റ്ററാണോ ചോദിക്കുകയാണെങ്കിൽ സിനിമ ഒരു ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ആണ് ഓൾമോസ്റ്റ് കാണാൻ സാധിക്കുന്ന തിയേറ്ററുകളിൽ. എന്തായാലും പടത്തിൻ്റെ OTT അവകാശം സോണി ലിവ് ആണ്. പടം ഈ വരുന്ന മെയ് 29-ാം തീയതി OTT റിലീസ് ചെയ്യാൻ പോകുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ജൂൺ 2-ാം തീയതി ആയിട്ട് കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക് പല ഭാഷകളിലായിട്ട്. സോണി ലിവിൽ ജൂൺ 2 അല്ലെങ്കിൽ മെയ് 29-ാം തീയതി ആയിട്ട്. നമ്മുടെ ഭരതനാട്യം 2 അല്ലെങ്കിൽ മോഹിനിയാട്ടം എന്ന സിനിമ ഈ വരുന്ന വെള്ളിയാഴ്ച നെറ്റ്ഫ്ലിക്സിൽ സിനിമ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഒഫീഷ്യലായിട്ട് നെറ്റ്ഫ്ലിക്സ് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ വരുന്ന മെയ് മാസം 8 പല ഭാഷകളിലായിട്ട് നമ്മുടെ സൈജു കുറുപ്പിൻ്റെ മോഹിനിയാട്ടം 2 എന്ന സിനിമ OTT റിലീസിന് വരികയാണ്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് നമ്മുടെ ധനുഷ് നായകനായിട്ട് പുറത്തിറങ്ങിയ സിനിമയാണ് കര എന്ന് പറഞ്ഞ സിനിമ. വളരെ ആവറേജ് റെസ്പോൺസാണ് തിയേറ്ററുകളിൽ. എന്തായാലും പടത്തിൻ്റെ OTT അവകാശങ്ങൾ നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയത്. എന്തായാലും പടം ഈ വരുന്ന മെയ് മാസം 28-ാം തീയതി തമിഴിലും മറ്റ് ഭാഷകളിലുമായിട്ട് മെയ് 28-ന് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ സിനിമ OTT റിലീസ് വരികയാണ്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് ഒരു കന്നഡ ബ്ലോക്ക് ബസ്റ്റർ സിനിമേൻ്റെയാണ്. ലവ് കോക്ടെയിൽ എന്ന് പറഞ്ഞ സിനിമ. ലവ് മോക്ടെയിൽ 3 എന്ന് പറഞ്ഞ സിനിമ ഈ വരുന്ന മെയ് 8-നാണ് Z5 ഈ ഒരു സിനിമ കന്നഡ പകർപ്പിലായിട്ട് സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. കൂടുതൽ OTT സിനിമ വാർത്തകൾക്കായിട്ട് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. കാത്തിരിക്കുന്നത് ചെയ്യുക കൂടുതൽ OTT സിനിമ വാർത്തകൾക്കായി.